ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ ഇവിടെ തന്നെയുള്ള ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ തന്നെ മന്ത്രിയും 24 മണിക്കൂർ എന്ന് പറയുന്ന പോലെ തന്നെ നേതൃത്വം കൊടുത്തുകൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ തന്നെ ക്യാബിനറ്റിനകത്ത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പഠനം നടന്നതിന് ശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങൾ. ആദ്യം എങ്ങനെയെങ്കിലും നമ്മൾ ഈ ദുരന്തത്തിൽ പെട്ടുപോയവരെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഈ ബോഡിയൊക്കെ കിട്ടിയതിന് ശേഷം ആ പഠനവും കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് തന്നെ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ക്യാബിനറ്റിനകത്തും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചെയ്യുന്നതിന് പ്രയോറിറ്റി തീർച്ചയായിട്ടും പെട്ടെന്ന് പിന്നെ ഈ ആളുകൾ വളരെ പാനിക്കാണ്. പിന്നെ ഇതിപ്പം അടിക്കടി വരുന്ന ദുരന്തങ്ങളാണ് പിന്നെ ഈ ലാൻഡ് സ്ലൈഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വയനാട്ടിലെ തന്നെ പൊതുവിൽ വയനാട്ടിൽ ഉണ്ടാകാവുന്ന എല്ലാ വർക്കുകളും വയനാടിനെ പ്രത്യേകമായി എടുത്തിട്ട് തന്നെ പിന്നെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണമാണ് പിന്നെ ക്യാബിനറ്റിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്തരത്തിലുള്ള ഒരു പഠനവും അത്തരത്തിലുള്ള ഇനി ഒരു തുടർ രീതികളുമായിരിക്കും ഗവൺമെൻറ് ഈ വിഷയത്തിൽ സ്വീകരിക്കുക. ഏതായാലും ഞാനതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റുകൾ പറയേണ്ട ആവശ്യമില്ല. എന്നെക്കാൾ സീനിയറായിട്ടുള്ള പിന്നെ മന്ത്രിമാരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു പുനഃപരിശോധനയൊന്നുമല്ല പറയുന്നത്. ഈ പഠനം വന്നതിന് ശേഷം അല്ലാതെ ഈ വിഷയത്തിൽ ഒരു കമൻറ്റ് ചെയ്യാനും ഒരു അഭിപ്രായം പറയാനുമില്ല. കാരണം വിദഗ്ധരായ ആളുകളുടെ അഭിപ്രായമാണ്. നമ്മൾ വന്നിട്ട് വെറുതെ ചുമ്മാ എന്തെങ്കിലും പറയാമെന്നുള്ളതല്ല. ഇതിനകത്ത് ഏറ്റവും വിദഗ്ധരായ ആളുകളുടെ പഠനം ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തൊരു കമൻറ്റ് പറയും. ഇപ്പം നമ്മുടെ ആവശ്യം നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഇപ്പോഴായിരുന്നു പിന്നെ നമുക്ക് കിട്ടാനുള്ള പിന്നെ ഒരു ബോഡിയുടെ ബന്ധുക്കൾ വന്ന് കാത്തിരിക്കുന്ന സമയമാണ്. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കൺസേൺ. അത് കഴിഞ്ഞതിന് ശേഷം എന്തെന്നുള്ളതൊക്കെ പഠനവും റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷം പറയും. ഏതായാലും വയനാട്ടിൽ നടത്തുന്ന വികസന രീതികളുടെ ഒരു പരിശോധന നിർബന്ധമായും ആവശ്യമാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ ഗഡ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ കൂടുതൽ മുഖവിലക്കെടുത്തിട്ട് തന്നെ ആയിരിക്കും പിന്നെ മുന്നോട്ടുള്ള പിന്നെ അഭിപ്രായങ്ങളും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ.